പി.വി. അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമോ എന്നത് വലിയ ചോദ്യമാണ്. പി.വി. അൻവറിനോട് UDF പറഞ്ഞു, നിങ്ങൾ ബേപ്പൂരിൽ പോയി പ്രവർത്തിക്കൂ, ബേപ്പൂരിൽ ഇപ്പോഴേ തന്നെ ആളുകളുമായി ഒരു സജീവ ഇടപെടൽ ഉണ്ടാക്കി വയ്ക്കൂ എന്നൊക്കെ അൻവറിനോട് UDF നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. പക്ഷെ UDF അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അന്തവും കുന്തവും ഇല്ല. ഒരിക്കലും അത് നമുക്ക് തെളിയിക്കാനും കഴിയുകയില്ല. ഏതായാലും ബേപ്പൂരിൽ പോയി കട്ടൻ ചായ കുടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാൻ വന്നതാണ്, കളപറിക്കാനല്ല എന്ന് അദ്ദേഹം തന്നെ, പി.വി. അൻവർ തന്നെ വീഡിയോയൊക്കെ പങ്കുവെച്ച് ആളുകളുടെ കയ്യടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ബേപ്പൂർ സുൽത്താന് സ്വാഗതം എന്ന് പറഞ്ഞ പി.വി. അൻവറിന്റെ ഫ്ലക്സ് ഒക്കെ വെച്ച വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ പി.വി. അൻവർ ഉൾപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ഒരു സംസ്ഥാന ഘടകവും കുറെ നേതാക്കളുമുണ്ട്. അവർ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ ഒറ്റുകൊടുത്ത വ്യക്തിയാണ് പി.വി. അൻവർ. പി.വി. അൻവർ BJP-യിൽ ചേരും, പി.വി. അൻവറിന് BJP-യിലേക്ക് പോകാനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇടത് വലത് മുന്നണികളും BJP-യും ഒരുപോലെ തൃണമൂൽ ശത്രുപക്ഷത്ത് നിർത്തുകയാണ്, അവരെ ചെറുത്ത് തോൽപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യം. തൃണമൂൽ കോൺഗ്രസ് അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത്. പക്ഷേ ഇവിടെ പി.വി. അൻവർ ആളുകളുടെ ഈ സംഘടനകളുടെ തിണ്ണനിരങ്ങി സ്ഥാനം ഉറപ്പിക്കാനും അധികാരം ഉറപ്പിക്കാനും ശ്രമിക്കുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നതാണെന്നാണ് സംസ്ഥാന നേതൃത്വം. സജി എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഒക്കെ ഉണ്ട്. പക്ഷേ സജിയൊക്കെ ഈ പറയുന്ന നേതാക്കളെയൊക്കെ പി.വി. അൻവർ പുറങ്കാല കൊണ്ട് തട്ടിക്കളയും. പി.വി. അൻവർ പറയുന്നത് മുഹമ്മദ് റിയാസിനെ കുറിച്ചാണ്, കള എന്ന് ഉദ്ദേശിച്ചതൊക്കെ. പി.വി. അൻവർ പറയുന്നത് UDF പറയുന്ന സ്ഥലത്ത് മത്സരിക്കും, ഇതിന് പിടിവാശിയൊന്നുമില്ല. 200ഓളം സീറ്റുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നൊക്കെയാണ് പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിനെ ധരിപ്പിച്ചതെന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും കിട്ടിയില്ല, കിട്ടിയെടുത്തൊക്കെ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു എന്ന വിമർശനവും തൃണമൂൽ കോൺഗ്രസ് പറയുന്നുണ്ട്. ഇയാൾക്കെതിരെ, പി.വി. അൻവറിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. പി.വി. അൻവറിനെ ഉടനെ പാർട്ടി പുറത്താക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരിടവും ഏശിയില്ല. പി.വി. അൻവർ തന്നെയാണ് കരുത്തനായ തൃണമൂൽ നേതാവ് കേരളത്തിൽ എന്ന് ഉള്ള ഒരു പ്രതീതിയാണ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. പി.വി. അൻവർ ഈ പറയുന്ന സംസ്ഥാന നേതാക്കളെ അംഗീകരിക്കാതിരിക്കുകയും തൃണമൂലിന് വേറൊരു വഴിവെട്ടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഏതായാലും പി.വി. അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്നത് UDF സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത് അവിടെ ബേപ്പൂരിൽ ആര് നിന്നാലും ഇടതുമുന്നണിക്ക് വളക്കൂറുള്ള മണ്ണാണ്, ഇടതുമുന്നണി തന്നെ അവിടെ വിജയിക്കും, ബേപ്പൂർ സുൽത്താനായി അൻവർ അല്ല ആര് വന്നാലും അവർക്ക് പരാജയമാകും ഉണ്ടാവുക എന്നാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതീക്ഷയും.